ആന പനിനീര് കളിക്കായിരുന്നു അവിടെ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോഗിന് ഈ പപ്പിക്ക് ഒരു നല്ലൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു അഡോപ്റ്റർ ഓൾറെഡി ഒരു അഡോപ്റ്റർ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ വന്നതുമില്ല, വിളിച്ചതുമില്ല. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ, വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെയുള്ള ഒരു ലേഡിക്ക് ഈ പപ്പിയെ വേണമെന്ന് പറഞ്ഞു. അവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പപ്പീസ് ഡോഗ്സിനോടൊക്കെ, സ്ട്രേ ഡോഗ്സിനോടൊക്കെ സ്നേഹമുള്ളവരാണ്. അപ്പം അതാകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരുന്ന വഴിക്കാണ്, വീട്ടിൽ നിന്ന് ഷോപ്പിലോട്ട് വരുന്ന വഴിക്കാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോയി കാണുകയൊക്കെ ചെയ്യാം ഇവന്. അങ്ങനെ അത് നല്ലൊരു സ്നേഹമുള്ളൊരു വീട് എന്തായാലും അവന് കിട്ടി. അപ്പം ഞങ്ങൾ ആഗ്രഹം പോലെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവർ എടുക്കാൻ വരും. അവന് ഒരു ചോറൊക്കെ ഇച്ചിരിച്ച് തിന്നും. പിന്നെ പാലവിടെ വെച്ചിട്ടുണ്ട്, അതും കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക ആശ. എൻ്റെ പുറക്കം നടക്കുക. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറക്കം ആളിന്. ഉറക്കം എണീറ്റാൽ നേരെ ഒന്നിന് പോവും, ഒന്നിന് വെളിയിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സാധിക്കും. എന്നിട്ട് പിന്നെ പോയി ഫുഡിൻ്റെ അവിടെ പോയി പാത്രത്തിൽ ഫുഡ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് എൻ്റെ അവിടെ കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പോയി കിടന്ന് ഉറക്കും. ഇതപ്പോൾ 2 ദിവസം കൊണ്ട് ആളിൻ്റെ പണി. കളി തുടങ്ങിയിട്ടുണ്ട്, കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാ നമുക്ക് വെളിയിൽ പോയി കളിക്കാം. ബാ കുഞ്ഞാവേ, ബാ വെളിയിൽ പോയി കളിക്കാം. ബാ. ഇവന് വേണമെന്നും പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് നമുക്ക് കൊല്ലം ചവറയിൽ നിന്ന് ഒരാൾ അതിനു മുമ്പ് തന്നെ ഫോൺ ചെയ്തിട്ട് വേണം, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അന്ന് പിറ്റേന്ന് വൈകുന്നേരം വന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതില്ല. കാരണം അങ്ങനെയുള്ള വാക്ക് മാറുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പിന്നീട് ഇതിനെങ്ങനെ നോക്കുമോ നമുക്കറിയാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല. അപ്പോഴേ നമ്മളെ വീടിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലേഡി ഇവിടെ വന്നപ്പോൾ ഇവനെ കണ്ട്, ഷോപ്പിൽ വന്നപ്പോൾ കണ്ട്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു ഡോഗും ഉണ്ട്. അപ്പോൾ അതിനൊരു കൂട്ടും വേണം. ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പെങ്കൊച്ചാണ് അത്. അപ്പം അങ്ങനെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളിക്കുന്നുണ്ട് ആള്. എൻ്റെ കർട്ടനെങ്ങാണ് നശിപ്പിച്ച നാട് കടത്തി ഞാൻ ഇവിടുന്ന്. കുരുത്തം കിട്ടതേ കുരുപ്പേ. ഈ കർട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മിക്കവാറുണ്ടോ? എല്ലാം പുതിയ കർട്ടൻ മേടിക്കാൻ റെഡി ആയിക്കോ. ഇപ്പം തന്നെ ഇവന് ഒരു നീല കണ്ണാണ് കേട്ടോ. ചെറിയ ലൈറ്റ് നീല കളറുണ്ട് അവന്റെ കണ്ണിന്. പ്രത്യേകതയുണ്ട്. കറുത്ത കൃഷ്ണമണികളല്ല അവന്. ആഹാ, കൊച്ചു പല്ല് കുറ്റോണ്ട് കടിക്കാൻ പോടാ കള്ള. നമ്മളങ്ങനെ കടിക്കടിക്കൊന്നുമില്ല കേട്ടോ വലുതായിട്ട്. നമ്മൾ വിരലങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ കടിക്കാവൂ. അല്ലാതെ വന്ന് നമ്മൾ ഉടുപ്പി പിടിച്ച് കടിക്കുക, വലിക്കുക, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല. കുരുത്തക്കേട് വലിയ രീതിയിലൊന്നും ഇല്ല, ചെറിയൊരു കുരുത്തക്കേടുണ്ടെന്ന്. അവന്റെ കൈ അടിക്കുക അവനറിയാം. അത് അവന് നോവെന്നറിയാം. അവന്റെ കയ്യിലെ ഷോക്സ് ഇട്ടാണൊക്കെ വെള്ള കളറ്, കഴുത്തില് ബെൽറ്റിന്റെ ഡിസൈൻ പോലെ വെള്ള കളറ്, വാലിന്റെ തുമ്പത്ത് വെള്ള കളറ്. പിരിയൊക്കെ കണ്ട, അവന്റെ കണ്ണൊക്കെ കണ്ട, ഒരു കരി എഴുതിയണൊക്കെ നീട്ടി എഴുതിയണക്കാണ് കണ്ണൊക്കെ. ഇരുന്ന് എടുത്തില്ല വീഡിയോ എടുക്കുക. അതാ കണ്ട കണ്ണ് കരി നീട്ടി എഴുതിയണക്കാണ്, കൺവശി എഴുതിയണക്കാ കണ്ണല്ല. നോക്കിയാതെ അണ്ണനെ കടിക്കുന്നത്. ഇപ്പോഴേ ഈ കുഞ്ഞു പ്രായത്തിൽ അവന് അറിവുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കയ്യിലൊന്നും ഇരിക്കത്തില്ല കേട്ടോ. മറ്റേത് ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ 2 ദിവസം കൊണ്ട് കയ്യിലൊക്കെ ഇരിക്കാൻ ഭയങ്കര മടിയാ. ഒരു പടച്ചിലൊക്കെയാണ് കയ്യിൽ അങ്ങനെ എടുത്തു വെക്കുന്നത്. മറ്റേലും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണ് കടങ്ങിയിരുന്നോളായിരുന്നു. കുഞ്ഞുളയുമ്പോഴും ഇളയുന്നൊക്കെ അവന് താഴെ ഇറങ്ങണമെന്നാ. അവന് താഴെ ഇറക്കണം. താഴെ ഇറങ്ങാൻ വേണ്ടിട്ടാ. അങ്ങ് താഴെ ഇറങ്ങി കൊടു, കളിക്കട്ടെ താഴെ നിന്ന്. ചാടാൻ നിൽക്കുന്നു. എവിടെ പോണു? ഉറങ്ങാൻ ടൈമായി. അടുത്ത് കഴിഞ്ഞ് ഉറങ്ങണം. അവന് ബെഡ് ഇതാണ്ട, ഇത് അവന് ഇട്ട് കൊടുത്തിരിക്കുന്ന തുണി. അതിലൊന്നും കിടക്കത്തില്ല. അതാവൻ പോയി മൂത്രം ഒഴിക്കത്തില്ല. അതിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് തറയിൽ പോയി കിടക്കും. അപ്പൊ അതിൽ കിടന്നുണ്ട്. ഇളവരെല്ലാം ഉറക്കം വരുന്നോണ്ടായിരുന്നു. ഇനി ഇച്ചിരി നേരം അത് കടിച്ചിരുന്നിട്ട് പിന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങും. അല്ലേ സുന്ദരോ? ഇവിടെ സുന്ദരോ
നീ ചുന്തരക്കുട്ടനാന്ന് എല്ലാവരും പറയാം. എന്നെ കടിക്കുന്നാ കയ്യില്. അയ്യോ ചോറിരുന്ന് കൈ കച്ചോ ആരെങ്കിലും? അമ്മച്ചാരാരെങ്കിലും കച്ചോ? ഇവിടെ കൊള്ളോ എടുക്കാന്ന് പറഞ്ഞ പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ഫേസ് വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ലേഡീസ് അല്ലേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫേസ് കാണിക്കുന്ന ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. അണ്ണാ അതങ്ങ് മേടിച്ചു. അപ്പോൾ ഇപ്പം വന്നിട്ടുണ്ട് ആള്. ഇപ്പം പുള്ളിക്കാരിയുടെ മടിയിലിരുന്ന് ഇണക്കി എടുക്കുവാണ് ആളുടെ. ചെറിയൊരു പേടിയുണ്ട്, ചെറിയൊരു പേടിയുണ്ട്. ഇരുണ്ട്. പേര് സെലക്ട് ചെയ്താ? പുള്ളിക്കാരി 2 ദിവസം കൊണ്ട് പുറക്കിടക്കി അവനെ വേണം വേണമെന്ന് പറഞ്ഞ്. അവളിത് നല്ലതുപോലെ ആഗ്രഹിച്ചു വന്നേത് കേട്ടോ അവന്. അവൻ വെളിയിൽ അവന് താഴെ ഇറങ്ങണം, അതിനുള്ള വിരുവിരിപ്പാ. ചെന്ന് അവന് താഴെ ഇറങ്ങാൻ വേണ്ടിട്ടേടി. അവൻ വരികയൊക്കെ ചെയ്യും, വരാതൊന്നുമില്ല. അവന് താഴെ ഇറങ്ങണം. അവൻ കൊറേ നേരെ ഉറക്കം എണീറ്റിട്ടേ കൊറേ നേരം അപ്പൊ കിടക്കാൻ വേണ്ടിട്ടാ. ഫുഡ് കഴിച്ച് പാല് കുടിച്ചിട്ടിരിക്കുക. നീ വീട്ടിൽ പോയി ഇറങ്ങ. പുതിയ വീട്ടില് സ്വന്തം വീട്ടിൽ പോയി ഇറങ്ങിക്കോ. അതാണ്ടാ അമ്മ വന്നിരിപ്പുണ്ട്. പക്ഷെ ഇതുപോലെ വെച്ചു കൊടുത്തിരുന്നാ മതി. അവൻ വന്ന് കഴിച്ചിട്ട് പോയിക്കോളൂ. പോന്നില്ലേ? ഇപ്പൊ പുതിയ അമ്മച്ചിയുടെ കൂടെ പോ. അവിടെ പുതിയ അമ്മച്ചി വന്ന് എടുക്കാൻ പോ. ആ ചെല്ലുന്നു. അവനങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല വലുതായിട്ട്. ഇച്ചിരി നേരം കൈയിരിക്കും. പിന്നെ അങ്ങ് താഴെ ഇറങ്ങണം അവന്. ടാറ്റ പറ, എല്ലാവർക്കും ടാറ്റ പറ. നമ്മളിനി കൊറേ നാള് കഴിഞ്ഞിട്ട് കറങ്ങാനുണ്ടപ്പോ എല്ലാരും കാണാന്ന് പറ. ബൈ ബൈ, ഞങ്ങൾ പോണ്. ഇവിടെ തൊട്ടടുത്ത് നടന്നു പോകാൻ 2 മിനിറ്റ് കൊണ്ട് ഇപ്പൊ വീട്ടിലെത്താം. അതുകൊണ്ട് പ്രശ്നമില്ല. ചെറുതായിട്ട് ലോക്ക് ഇട്ടായിരുന്നു. എങ്ങാനും അവൻ ചാടിയല്ല. വാല് പൊക്കി വെച്ചേക്കുന്നു. വാല് തല പൊക്കി വെച്ചേക്കുന്നു. ഓക്കെ. ഇവിടെ തൊട്ടടുത്താണ്. ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് അവിടെ ആ വളവ് അങ്ങോട്ട് തിരിയുമ്പോ വീടെത്തി. അതുകൊണ്ട് നമുക്ക് എപ്പോ എവിടെയെങ്കിലും പോയി കാണാം. ആളങ്ങനെ പോയി. നല്ല കൈകളിൽ എത്തിച്ചപ്പോൾ നമുക്കൊരു സമാധാനം. നല്ല ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. അതിൻ്റെ ഗതി എന്താവുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അറിയാവുന്ന വെച്ചാൽ നല്ലതുപോലെ നോക്കിക്കോളൂ. അപ്പോൾ ഒരു സമാധാനമായി. മെസ്സേജ് ഇട്ട എല്ലാവർക്കും നന്ദി. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.